മഷ്റൂം വാങ്ങിക്കുന്ന സമയത്ത് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ എത്രത്തോളം നന്നായിട്ട് വഴറ്റുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറി. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ക്ഷമക്കനുസരിച്ച് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ ഒത്തിരി ഒന്നും വഴറ്റിയിട്ടില്ല, ഇതിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ അവിടെ മോനിക്കൊക്കെ കൂടെ കൊടുക്കുന്നതുകൊണ്ട് എരിവ് അധികം എടുത്തിട്ടില്ല, കുറച്ചിട്ടേ ചേർത്തിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിന് അടച്ച് വെച്ചിട്ട് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 200 ഗ്രാം കൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 200 ഗ്രാം കൂണിനെ ഞാൻ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേവുന്ന സമയത്ത് ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചൊന്ന് ചുരുങ്ങി വരും മഷ്റൂം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതെല്ലാം കൂടെ ഒന്ന് തട്ടി വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അടച്ച് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട. കണ്ടില്ലേ, വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോഴേക്കും മഷ്റൂം നന്നായിട്ട് വെന്തും കിട്ടും. അതേപോലെ തന്നെ ഇതൊന്ന് ചുരുങ്ങിയിട്ട് മസാലയൊക്കെ ഒന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ 2 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിതിനെ എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ ഫേസ്ബുക്കിലാണെന്ന് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.